കൊണ്ടാണ്, വനമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുഴയുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാർഷിക സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സമ്പന്നമായ ഒരു ചെറിയ ഒരു ഭൂമി. ഞാൻ ഇപ്പോഴും പേടിക്കുന്നു. ഇതാണ് മുന്നിൽ പോകുന്നതെങ്കിൽ ചേകാടിയും ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ പഴയ എല്ലാ സ്ഥലത്തും വരുന്ന വലിയ റിസോർട്ടുകളും വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ സംഭവം വരും. അത് കാണാൻ ആളുകൾ വരില്ല. അത് കാണാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് കാണാൻ യൂറോപ്പിൽ നിന്ന് കെട്ടും കെട്ടി അവർ വരില്ല. ഇതേപോലെയാണ് വയനാട് പോകുന്നതെങ്കിൽ സീറോയിൽ നിന്ന് മുന്നിൽ പോകേണ്ട നമ്മുടെ വയനാട് ടൂറിസം സീറോയിൽ നിന്ന് ബിഗ് സീറോയിലേക്ക് പോകും. ഞാൻ അങ്ങനത്തെ ആ വാക്ക് തന്നെയാണ് പറയുന്നത്. സീറോയിൽ നിന്ന് ബിഗ് സീറോയിലേക്ക് പോകും. കാരണം വിദേശികൾ കാണാൻ വരുന്ന ഇവിടെ ഗോത്ര സംസ്കാരത്തെയാണ്, അവരുടെ ഭക്ഷണത്തെയാണ്, അവരുടെ ഭാഷയാണ്, അവർ ആരാധിക്കുന്ന സ്ഥലത്തെയാണ്, അവരെങ്ങനെ വനം സംരക്ഷിക്കുന്നു, അവരെങ്ങനെ പുഴ സംസാരിക്കുന്നു, അവരുടെ വസ്ത്രധാരണ, ഇത് കാണാൻ വരുന്ന അവർക്ക് വീണ്ടും നമ്മൾ കൊടുക്കുന്നത് വയനാടിന്റെ ടൂറിസം കൊടുക്കുന്നത് വലിയ വലിയ AC റൂമുകളും ഈ AC റൂമൊക്കെ വിദേശികൾ കണ്ടു മടുത്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. വേണ്ട ചേകാടിലേക്ക് വരുന്ന തദ്ദേശീയരായ നിങ്ങൾക്ക് പോലും ഒരു ഫീല് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഫീല് വന്നില്ല. നമ്മളെന്തിനാ വിദേശികൾ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് വയനാടിന് 50 കൊല്ലം ബേക്കോട്ടുള്ള ആ ടൂറിസ്റ്റ് എങ്ങനെയാണോ ജീവിച്ചത് അതാണ്. നിങ്ങൾ ഈ കാപ്പിക്കട കാണോ? 50 വർഷം മുമ്പേ ബാക്കില് എങ്ങനെയാണോ വയനാടിന്റെ ഒരു കാപ്പിക്കട ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ ജനങ്ങൾ ചായ കുടിച്ചിരുന്നത്, അത് അനുഭവിക്കാനാണ് ഞാൻ അതേ സെറ്റപ്പ്. എനിക്കിത് വേണമെങ്കിൽ വലിയ പുതുതലമുറയാണ് കൂടുതൽ ഈ ഒരു ഇതിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത്. അതെ, നമ്മൾ പോലും കാണുന്നില്ല. പിന്നെ പുതുതലമുറ അതിലേക്കും ഇൻട്രസ്റ്റീവ് ആയി. ആ 2 ഹട്ട് പിന്നെ ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ പായ വിരിച്ചിട്ടുകൊണ്ട് വിദേശികൾക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വിദേശികൾക്ക് തദ്ദേശീയം കഴിക്കാം. അവർ ആസ്വദിക്കും. ഞാൻ മെഞ്ഞാന്ന് ഒരു ടീം വന്നപ്പോൾ നമ്മുടെ എറണാകുളത്തെ ടീം വന്നു. അവർക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. ബുക്ക് ചെയ്താൽ നമ്മൾ ഭക്ഷണം കൊടുക്കും. അവരോട് ചോദിച്ചു, ഇവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം. ആ ചേട്ടാ നമ്മൾ അവിടെ ഇരുന്നു. അവിടെ ചമ്പരം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എടുത്ത സമയം നിങ്ങൾ കേട്ടറിയാം. 1 മണിക്ക് വിളമ്പിയത് അവർ 3 മണിക്കാണ് ഭക്ഷണം ആസ്വദിച്ച് സംസാരിച്ച് ബാക്കിലാണ്. അവിടെ നമ്മുടെ പടിഞ്ഞാറത്തലിന്റെ അപ്പുറത്തുനിന്ന് 2-3 ഒരു പുഴ, മാനന്തവാടി പുഴയും പനവരത്തു നിന്ന് വന്ന് പനവരം പുഴയും കൂടൽക്കടവ് എന്ന സ്ഥലത്ത് നിന്ന് കൂടിച്ചേരുകയും അവിടുന്ന് ഒഴുകി വരുമ്പോഴാണ് കുർവ എന്ന് പറഞ്ഞ അതിസമ്പന്നമായ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കാണിക്കാൻ പറ്റുമെങ്കിൽ കുറുവയാണ്. പക്ഷെ അതുപോലെ നമുക്ക് ടൂറിസത്തിൽ വളരെ ഭംഗിയായിട്ട് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ടൂറിസം നമ്മൾ വയനാട്ടിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ശിശു ഇനിയും അത് മുന്നേറാണ്ടിരിക്കും. പക്ഷെ മുന്നേറുന്നത് ഇതാണ്. പക്ഷെ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ശരിക്കും ഈ ഒരു ഭരണം കിട്ടിയത് കൊണ്ട് മുഖ്യമന്ത്രി ആയില്ലെങ്കിലും എന്തുവാണ് നിങ്ങളെ പ്രപ്പോസൽ വെക്കണം ഗവൺമെന്റിന്. ഐസി ബാലകൃഷ്ണനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു നിർദ്ദേശമായിട്ടോ അല്ലെങ്കിൽ അപേക്ഷയായിട്ടോ എന്തെങ്കിലും എന്നാലും ഈ ഒരു ഗ്രാമത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഏട്ടക്കൂട്ടത്തിലെ മലപ്രകാരാണ് നേരത്തെ മലപ്പുറത്ത് പോസിറ്റീവ് പറഞ്ഞു അനുഭവിച്ച സംഗതി. അതായത് മലപ്പുറം എന്ന് പറയുന്നത് മിക്കവാറും എന്നെ